എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. KB ഗണേഷ് കുമാർ ഒരു മുഖവുരയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മലയാളികൾക്ക് എല്ലാം അറിയാം. പല രൂപത്തിൽ, സിനിമാ നടൻ എന്ന രൂപത്തിൽ, രാഷ്ട്രീയ നേതാവ് എന്ന രൂപത്തിൽ, മന്ത്രി എന്ന രൂപത്തിൽ, MLA എന്ന രൂപത്തിൽ. അതിനേക്കാളും ഉപരിയായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ അതികായകനായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ മകൻ കൂടിയാണ്. സമ്പത്തിന് നടുവിൽ വളർന്നു വന്ന വ്യക്തി. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. പത്മ കഫേ എന്ന സ്ഥാപനത്തിലെ അഴിമതി അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറിനെതിരെ കുതിര കയറാൻ ചിലർ ശ്രമിക്കുന്നത്. അതിന് കൊടുക്കുന്നുണ്ട് കൃത്യം മറുപടി KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ 13 പേര് രാജി സമർപ്പിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഏകാധിപതിയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഏകാധിപത്യം പല സ്ഥലത്തും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഏകാധിപതി അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു ദിവസം രാവിലെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആളല്ലേ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നായരുടെ ആളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നായരുടെ മാത്രം ആളാണ് അല്ല. ഞാനൊരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. എന്നിൽ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിൻ്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ടാണ്. അല്ല, അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ എന്ത് വിരോധമാണ്? എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും അസഭ്യം പറഞ്ഞില്ല. ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഇല്ല. അത് എൻ്റെ അന്തസ്സാണ്, എൻ്റെ മാന്യതയാണ്. അത് ഞാൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. പ്രായത്തിൽ എൻ്റെ പിതാവ്, ഞാൻ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സാറിനെ കാണുന്നത് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം എൻ്റെ പിതൃതുല്യനായ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഇത്തരത്തിലൊരു തർക്കം വേണ്ട, എൻ്റെ രാജിക്കത്ത് കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വാങ്ങാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതിന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. ഞാൻ രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ രാജിവെച്ച് പോയിക്കോളാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒന്നാമത് രാഷ്ട്രീയം, മന്ത്രിയുടെ പണി, പാർട്ടിയുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ പത്തനാപുരത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ ഈ സിനിമ. ഇങ്ങനെ എനിക്ക് എൻ്റെ തൊഴിലുണ്ട്, എനിക്ക് ജീവിക്കാനൊരു തൊഴിലുണ്ട്. ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യാനുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛൻ്റെ ചുമതല, അച്ഛൻ എടുത്തിരുന്ന ചുമതല ഈ പത്തനാപുരത്തെ നായർ സമുദായം വോട്ടിട്ട് എന്നെ ഏൽപ്പിച്ചാണ്. ഞാൻ ഓടിളക്കി വന്ന ആളല്ല. ഒരു പാനലായി മത്സരിച്ചാണ് ഞാൻ NSSൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പാനൽ, 2 പാനൽ നമ്മൾ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച ആൾ ഞാനാണ്. 283 വോട്ട് കിട്ടി ജയിച്ച ആളാണ് ഞാൻ. അതായത് ഭൂരിപക്ഷം. എനിക്കെതിരെ താലൂക്കുളം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളിന് കിട്ടിയത് വെറും 5 വോട്ടാണ്. ബാക്കി 185 വോട്ട് വാങ്ങിച്ച് ജയിച്ച ആളാണ് ഞാൻ. വൻ ഭൂരിപക്ഷത ജയിച്ച ആളാണ് ഞാൻ. ജനാധിപത്യം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് പറയാൻ? പിരിച്ചുവിട്ട് ഈ പാരാണി മാറി നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഉപകാരം പറ്റിയവരാണ്. അവർ നയിക്കട്ടെ, ഞാനൊന്നും കുഴപ്പമൊന്നുമില്ല. നീ ആരെങ്കിലും നയിച്ചാൽ പോരെ? ആര് നയിച്ചാൽ എന്താ? ഏത് പദവിയിലും ഈ ലോകത്ത് ആർക്കും ഇരിക്കാം. ആരുടെയും കുടുംബ പാരമ്പര്യമോ സമ്പത്തോ ഒരാളുടെ കഴിവിൻ്റെ മികവോ ഒന്നുമല്ല നമ്മുടെ ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തെ നമ്മൾ പറയാറുണ്ടല്ലോ, മഹാത്മജിയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറും ജനാധിപത്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ വലിയ വിദ്യാഭ്യാസം വേണ്ട, ഏതൊരു 18 വയസ്സ് കഴിഞ്ഞ 21 വയസ്സ് കഴിഞ്ഞ ഏതൊരു ബുദ്ധിസ്ഥിരതയുള്ള ഏത് പൗരനും ഇരിക്കാം ജനാധിപത്യത്തിൽ. അത്രയേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ടല്ലോ. അത് കണ്ടാൽ നിങ്ങൾക്ക് വേറും ദിവസങ്ങൾ. ഇതിൻ്റെ പുറകിൽ ഒരു വീട്ടിൽ നിന്ന് എനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വീട്ടിൽ തന്നെ 2 പേര് കമ്മിറ്റിയിലുണ്ട്. അവർ രാഷ്ട്രീയമല്ലേ? ഈ വെച്ച കമ്മിറ്റിയിൽ 2 പേരുണ്ട് ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ഉദ്ദേശം എന്താണ്? പിന്നെ അതുകൊണ്ട് നായർ സമുദായത്തിൻ്റെ സ്ഥാനം മാറിയെന്നും പറഞ്ഞ് എന്നെ ജനങ്ങൾ കൈവിടില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരും ഉണ്ട്. പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനൊരു ഏകാധിപതിയാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ പറയില്ല. ഒരാശങ്കയില്ല. എന്തോ വോട്ട് പിന്നി? ഞാൻ നായർ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ NSS താലൂക്ക് പ്രസിഡന്റാണ്. ഞാൻ ഒന്നുമല്ലല്ലോ. ഞാനൊരു സാധാരണ കരയോഗത്തിലെ അംഗം എന്നുള്ളതല്ലാതെ എല്ലാ മതത്തിലും ഇപ്പം പള്ളിയിൽ പോകുന്ന ആൾ ജമാഅത്തിലൊരു അംഗമായിരിക്കും. ചർച്ചിൽ പോകുന്ന ആൾ ഒരു അവിടുത്തെ ഇടവകയിലൊരു അംഗമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു കരയോഗത്തിലെ മെമ്പറാണ്. എനിക്കെന്താ? ഇപ്പം ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ SNDP യോഗത്തിൽ അവരൊരു മെമ്പറായിരിക്കും. അത് സാധാരണ ഈ നാട്ടിൽ ആദ്യത്തെ ആളാണോ? അല്ലല്ലോ. പിന്നെ ഈ സ്ഥാനം ഒന്നും കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല.
സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്നു. അതിനെ ഞാൻ പിതൃതുല്യനെ ഒരാളെ ഒരു തരത്തിൽ കണ്ടാൽ അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല്ല. നേരത്തെ സാറേ എന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. അടുപ്പം കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടാ, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്നോട് വളരെ അടുപ്പമായിരുന്നു. 2 ദിവസം മുമ്പേ പത്മ കഫേയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫേ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണമെടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്ക് എന്തോ അസുഖം, ആ പറഞ്ഞവൻ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കില്ല. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല, എന്നോട് ആരും കൈക്കൂലി തരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ല. എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല. ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നതാണല്ല, അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല. എൻ്റെ ആദർശമാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നക്കാപ്പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതി വന്നാൽ അന്ന് രാഷ്ട്രീയം മതിയാക്കുമെന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ പൈസ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും.